ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈസി സ്നാക്കായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു സവാള, കുറച്ച് മല്ലിയില, ഇപ്പം മഞ്ഞളിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ട് പിന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഒരു ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ടൊന്ന് ചെറുതാക്കി കട്ടാക്കി ചേർക്കുന്നുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. അതിലേക്ക് ചിക്കൻ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ എടുത്താൽ മതി. നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും യൂസ് ആക്കുന്നില്ല. ഇനി ഇത് നമുക്ക് എല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ചാനൽ മുന്നോട്ട് പോകാൻ ഒരുപാട് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കാണുമ്പോൾ തന്നെ മറന്നു പോകാതെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് മിക്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തത് കേട്ടോ. അതുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിൽ കുറച്ച് മല്ലിയില കൂടുതൽ പെട്ടതുകൊണ്ട് കുറച്ചൊരു പച്ച കളറായിട്ടുണ്ടാവും. ബാക്കിയുള്ളതിന് അത്ര പച്ച കളർ വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അടിച്ചെടുക്കാം. നമുക്കിത് ഇനി ഇതുപോലെ എത്ര അരയുണ്ടെങ്കിൽ ക്രഷ് ആക്കിയാലും എടുക്കാം കേട്ടോ. ക്രഷ് ആക്കിയിട്ടും എടുക്കാം. അങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് ക്രഷ് ആക്കിയിട്ട് മാത്രം എടുക്കുമ്പോൾ ഒരുപാട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ച് ഒട്ടിപ്പിടിക്കും കേട്ടോ. എണ്ണയെന്ന് കയ്യിലാക്കി കൊടുത്താൽ മതി, ആ പ്രശ്നം മാറിക്കോളൂ. പിന്നെ ഇതാ ഞാൻ ഇതൊരു 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ ബ്രെഡാണെങ്കിൽ ഒരു 4-5 ഒക്കെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം പാട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. അത് ഇതുപോലെ എല്ലാതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് ഓയിലും എടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലൊന്ന് തൂത്ത് കൊടുക്കാൻ എപ്പോഴും ഇങ്ങനെ ആക്കുമ്പോൾ ആക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ആക്കി കൊടുത്താൽ പിന്നെ കുറേ പ്രാവശ്യം ഇത് നമുക്ക് ഓയിലില്ലാതെ തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നാക്കിയതിന് ശേഷം ഞാൻ രണ്ടാമത് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വടയുടെ ഷേപ്പിലാണ് ഞാൻ രണ്ടാമത് കാണിച്ചത്. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. ഞാനിപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും അവസാനം ഞാൻ വേറൊരു ഷേപ്പ് കൂടി കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ബ്രെഡ് ക്രംസിലൊന്നും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രെഡ് ക്രംസിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് അല്ലാതെയും ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ. ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ച് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചീസിൻ്റെ ക്യൂബൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ബോളായിട്ട് ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കൂലേ, അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അടുത്ത ഷേപ്പ് ഈ ഒരു ഫിംഗറിൻ്റെയൊക്കെ രൂപത്തിൽ ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ചിക്കനൊക്കെ വെന്തതുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരില്ല. ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പുറം വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ ഫിംഗറിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയതും കൂടി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കട്ടാക്കി കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. സിമ്പിളാണ്. ഇത് ജോലിഭാരമൊക്കെ കുറയും. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ.
വിസ്മയ കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.